ഈ പേരാമ്പ്രയിൽ പൊതുവെ നല്ല സമാധാന അന്തരീക്ഷമുള്ള ഒരു പ്രദേശമാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുമായും പരസ്പര സൗഹൃദം നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ് പേരാമ്പ്ര. ദീർഘകാലമായി ഒരു തരത്തിലുള്ള സംഘർഷവും സംഘട്ടനവും പേരാമ്പ്രയിലില്ല. ഇനി എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളിൽ എന്തെങ്കിലും ഒരു തർക്കങ്ങളോ പ്രശ്നമോ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ പാർട്ടികളുടെ നേതൃത്വം ഇരുന്ന് ആലോചിച്ച് പരിഹരിക്കുന്ന ഒരു പതിവാണ് ഉള്ളത്. അപ്പോൾ അതാണ് യഥാർത്ഥത്തിലുള്ള സ്ഥിതി. അതിൽ നിന്ന് വ്യത്യസ്തമായൊരു നിലയാണ് ഇന്നലെ പേരാമ്പ്രയിലുണ്ടായത്. പേരാമ്പ്രയിലെ സംഭവത്തിന് CPM-നോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ ഒരു പങ്കുമില്ല. ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കിയത് ബഹുമാനപ്പെട്ട MP സ്ഥലം സന്ദർശിച്ചപ്പോൾ അവിടെ സംഘർഷാവസ്ഥയുണ്ട്. പോലീസും UDF-ൻ്റെ ആളുകളും വേർതിരിഞ്ഞ് നിൽക്കുകയാണ്. അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിൽ ഒരു ജനപ്രതിനിധി സ്ഥലത്തെത്തിയാൽ എന്താണ് വിഷയങ്ങൾ എന്ന് തിരക്കി പ്രശ്നം അവസാനിപ്പിക്കാനാണ് ശ്രമിക്കേണ്ടത്. എന്നാൽ ഇദ്ദേഹം പ്രശ്നം മൂർച്ഛിപ്പിക്കത്തക്ക നിലയിലുള്ള നിലപാടാണ് ഇവിടെ വന്നപ്പോൾ സ്വീകരിച്ചത്. അതാണ് പോലീസുമായിട്ട് സംഘർഷത്തിലേക്ക് പോകാൻ ഇടവന്നിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. പോലീസുമായിട്ട് അങ്ങനെ ഒരു സംഘർഷം ഉണ്ടാവേണ്ട ഒരു കാര്യമില്ല. കുറച്ച് കാലമായി കേരളത്തിൽ UDF തെരുവുകളിൽ വലിയ അക്രമം സംഘടിപ്പിക്കുകയാണ്. അത് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിലും സ്റ്റേറ്റിൻ്റെ പല ഭാഗങ്ങളിലും അതിൽ പ്രധാനമായും രംഗത്ത് വരുന്നത് കോൺഗ്രസ്സാണ്. സമാധാന അന്തരീക്ഷം നിലനിർത്താൻ പാടില്ല എന്ന നിലയിൽ അക്രമം അഴിച്ചുവിടുകയാണ് അവർ. അത് ഇപ്പോൾ നിയമസഭ വരെയും എത്തി. പിന്നെ പല പ്രശ്നങ്ങളിലും അവർ സ്വീകരിക്കുന്ന നിലപാട് ഈ സമാധാന അന്തരീക്ഷം തകർക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഈ പ്രശ്നത്തിൽ തന്നെ ഒരു പ്രശ്നമുണ്ടായി ഇവിടെ പേരാമ്പ്രയിൽ. സമാധാന അന്തരീക്ഷം ഉണ്ടാക്കുകയാണ് ചെയ്യേണ്ടത്. ഞാനിവിടുത്തെ MLA എന്നുള്ള നിലയ്ക്ക് ഞാൻ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് സമാധാനത്തിന് വേണ്ടി എല്ലാവരും സഹകരിച്ച് നിൽക്കണം. പേരാമ്പ്രയിൽ സമാധാന അന്തരീക്ഷം ഉറപ്പിച്ചു നിർത്തുകയും അത് വിപുലപ്പെടുത്തുകയും ആണ് ചെയ്യേണ്ടത്. ഒരിക്കലും ആരുമായിട്ടും ഒരു സംഘർഷത്തിലേക്കോ ഏറ്റുമുട്ടലിലേക്കോ അക്രമങ്ങളിലേക്കോ പോകാൻ പാടില്ല. അതാണ് ഞങ്ങൾ പൊതുവെ സ്വീകരിക്കുന്ന നിലപാട്. CPM-ൻ്റെ നിലപാടും ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെയും നിലപാട് അതാണ്. അതിനനുസരിച്ച് ജനങ്ങൾ നിലപാടെടുക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിഷയം മറച്ചു പിടിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ വലിയ അതിക്രമം ഉണ്ടാകുന്നതാണ് UDF-ൻ്റെ. സ്വർണ്ണപ്പാളിയും പേരാമ്പ്രയും തമ്മിൽ എന്ത് പ്രശ്നം? UDF നേതാക്കന്മാരുടെ പ്രതികരണം ഞാൻ വായിച്ചു. യഥാർത്ഥത്തിൽ അവർ വസ്തുത മനസ്സിലാക്കണ്ടേ? വസ്തുത മനസ്സിലാക്കി വസ്തുനിഷ്ഠമായ നിലപാടെടുത്തിട്ട് പ്രശ്നം പരിഹരിക്കണ്ടല്ലേ? അപ്പോൾ അവരെന്താ ഇത് ഉദ്ദേശം? അപ്പോൾ UDF തന്നെ രാഷ്ട്രീയമായിട്ട് ഇതിനെ ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടെടുക്കുകയാണ്. അത് UDF-ൻ്റെ അണികളെ കൂടുതൽ അക്രമത്തിലേക്ക് തള്ളിവിടുന്നതിന് സഹായകരമായ നിലപാടാണ് UDF-ൻ്റെ നേതൃത്വം പൊതുവെ സ്വീകരിക്കുന്നത്. ഈ അവിടെ പത്തനംതിട്ട അവിടെ ശബരിമലയിലുള്ള ഈ സ്വർണ്ണപ്പാളിയും ഈ സംഭവമായിട്ടോ അല്ലെങ്കിൽ ഈ പ്രശ്നമായിട്ടോ എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും? എന്താണ് അതിൻ്റെ അടിസ്ഥാനം? അപ്പോൾ അങ്ങനെ ഒരു നിറം പകരുകയാണ് അവർ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഈ സ്വർണ്ണപ്പാളി പ്രശ്നത്തിൽ യഥാർത്ഥ വസ്തുത പുറത്തു വരുന്നതിന് UDF ഭയപ്പെടുകയാണ് ചെയ്യുന്നത്. ഭയപ്പെടുന്നില്ലെങ്കിൽ അവർ ഈ അന്വേഷണത്തിന് സഹായകരമായ നിലപാട് എടുക്കുക വേണ്ടത്. അന്വേഷണത്തിന് സഹായകരമായ നിലപാട് അവർ സ്വീകരിക്കുന്നില്ല. അവർ ആരോപണം നടത്തുകയാണ്, കുറ്റങ്ങൾ ചാർത്തുകയാണ് ഗവൺമെൻറ്റിനെതിരായി. മന്ത്രിക്ക് അതാണ് തീർച്ചയായിട്ടും UDF-ന് ഇക്കാര്യത്തിൽ ഇങ്ങനെയൊരു നിലപാട് UDF എടുക്കുമ്പോൾ ഇതിൽ എന്തോ ഒരു ഭയം അവർക്കുണ്ട്. അപ്പോൾ അവരുടെ നിലപാട് ഇതിൽ നിന്ന് ഒളിച്ചു വെക്കുന്നതിന് വേണ്ടിയുള്ള സമീപനം അവർ സ്വീകരിക്കുന്നുണ്ട്. കോടതി തീരുമാനിച്ച അന്വേഷണ നടപടിയുടെ പക്ഷത്താണ് കേരളത്തിലെ ഗവൺമെൻറ്റും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPM-ഉം. അത് പല സന്ദർഭങ്ങളിലും ഞങ്ങൾ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. അന്വേഷണം നടക്കട്ടെ. അന്വേഷണം നടത്തി ആരാണോ കുറ്റം ചെയ്യുന്നത് അതിൽ അവരെ മുഖം നോക്കേണ്ട പ്രശ്നമൊന്നുമില്ല. ആരാണോ കുറ്റം ചെയ്തത് ആ കുറ്റവാളികൾക്കെതിരെ ഉറച്ച കർശനമായ നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ് പൊതുവെ ഞങ്ങൾ എടുത്തു വരുന്ന ഈ സമീപനം.